നമസ്കാരം. രണ്ട് പച്ചയായ മനുഷ്യരുടെ അഭിമുഖം കണ്ടു. ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു അഭിമുഖമെന്ന് പറയേണ്ടി വരികയാണ്. വ്യക്തിപരമായിട്ട് ആ അഭിമുഖം കണ്ടു തീർക്കുമ്പോൾ, ഏകദേശം 3/4 മണിക്കൂറോളമുള്ള അഭിമുഖം കണ്ടു തീർക്കുമ്പോൾ, ഇന്ന് വരെ എൻ്റെ ചിന്താഗതിയിൽ പോലും ഇല്ലാതിരുന്ന ഒരു പിണറായി വിജയൻ കേരളത്തിൽ ചില ചാപ്പകളിലൂടെ അല്ലെങ്കിൽ മനുഷ്യനെ മാധ്യമങ്ങളിലൂടെ മറ്റൊരു വ്യക്തിയായി അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം ആ അഭിമുഖം തെളിയിക്കുന്നുണ്ട്. അതായത് ആ അഭിമുഖം 3/4 മണിക്കൂർ കണ്ടു തീരുമ്പോൾ ഒരിടത്തും കൃത്രിമത്വമില്ലാതെ, എക്സാജറേറ്റ് അല്ലെങ്കിൽ പൊലിപ്പിച്ച് കാണിക്കാതെ, അല്ലെങ്കിൽ അതിനെ ഊതി വീർപ്പിച്ച് കാണിക്കാതെ, താൻ എന്താണോ അതിൽ നിന്ന് അണുകിട ചലിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുമ്പോൾ, മുൻകാലങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് മാധ്യമങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു പിണറായി ആയിരുന്നില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ, ജീവിതത്തിൽ താൻ എന്തായിരുന്നു, എങ്ങനെയാണ് വളർന്നത്, 14 മക്കളിൽ ഒരാളായിരുന്നു, ആ 14 മക്കളെയും വളർത്താനായിട്ട് ഒരു പാരൻസ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ കഷ്ടപ്പെട്ട അവസ്ഥ, അത്തരം ഒരു മനുഷ്യന്റെ വൈകാരിക തലങ്ങൾ, ജീവിത അനുഭവങ്ങളൊന്നും ഒരിക്കലും വാർത്തയായിരുന്നില്ല. വിവാദങ്ങൾക്ക് പിന്നാലെ അല്ലെങ്കിൽ വിവാദങ്ങളിൽ പെടുത്തുക എന്നുള്ള മാധ്യമങ്ങളുടെ കുതന്ത്രങ്ങൾക്കപ്പുറം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് 30 വർഷമായിട്ട് അറിയാവുന്ന 2 വ്യക്തികൾ, അതുപോലും നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള വലിയ ആത്മബന്ധമുള്ള 2 വ്യക്തികൾ തമ്മിൽ ഒരു കുശലം പറച്ചിൽ പോലെ ഒരു അഭിമുഖം പൂർത്തീകരിക്കുമ്പോൾ, അതിലൂടെ ഇന്നലകളിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചിരുന്ന, ഇന്നലകളിൽ നമ്മുടെ ഉള്ളിലേക്ക് കുടിയേറിപ്പിച്ച ഒരു വ്യക്തി ആയിരുന്നില്ല പിണറായി. അദ്ദേഹത്തിന് ജീവിതത്തിൽ ചില കാർക്കശ്യങ്ങളുണ്ട്, കുറച്ച് ഗൗരവക്കാരനാണ്. ഈ 2 കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വരും കാലത്തിലെ ഏറ്റവും മികച്ച നേതാവാകാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശത്രുപാളയത്തിലുള്ളവർ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തേക്ക് തിരികെ കയറ്റിയ ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പ്ലാൻ ചെയ്തെടുത്ത ഒരു വ്യക്തിത്വമായി നമ്മുടെ മുന്നിൽ അടയാളപ്പെടുത്തിയ പിണറായി വിജയന്റെ ജീവിതം എന്താണെന്ന് കൃത്യമായി ആ അഭിമുഖം തുറന്നു കാട്ടുന്നുണ്ട്. അവിടെ ഒരു കാര്യം മാത്രമേ എനിക്ക് ഇത് കേൾക്കുന്നവരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. നിങ്ങൾ മുൻവിധികളില്ലാതെ ഒരു വ്യക്തിയെ കേൾക്കാൻ ശ്രമിക്കൂ. അത് കേട്ടതിന് ശേഷം ആ വ്യക്തി ചില കാര്യങ്ങളിൽ കർക്കശമായി എടുക്കുന്ന തീരുമാനങ്ങളോ ചില പ്രതികരണങ്ങളോ ഒക്കെ അപ്പുറം അയാൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് തിരിച്ചറിയുമ്പോൾ, ആ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെയാണ്, അയാളുടെ കാഴ്ചപ്പാട് എന്താണെന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടും. അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ മുന്നിലേക്ക് ഒരു വ്യക്തിയെ താല്പര്യമില്ലാത്ത രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നതിന്റെ ഭാഗമായി അയാളെ ചാപ്പ കുത്തി അവതരിപ്പിച്ചതാണ്. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില ഏടുകൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് ലോക്കപ്പ് മർദ്ദനമായിരുന്നാലും ഒന്നും പൊലിപ്പിച്ചിട്ടില്ല, അമ്മയോടുള്ള സ്നേഹമായിരുന്നാലും, ഒപ്പം തന്നെ തൻ്റെ ഏറ്റവും അടുത്ത നാട്ടുകാരൻ കടത്തുതോണിയിലൂടെ തന്നെ അപ്പുറത്താക്കിയിരുന്ന മനുഷ്യൻ ഒരു ട്രാൻസ്ഫർ ആവശ്യത്തിന് വന്ന സന്ദർഭത്തിൽ പോലും കൈക്കൂലിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് തിരിച്ചു പറഞ്ഞ മറുപടിയും, ഒപ്പം തന്നെ മിണ്ടാപ്രാണികളോടുള്ള സ്നേഹവും കരുതലുമെല്ലാം ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ വിവാദങ്ങൾക്കപ്പുറം ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ ആ അഭിമുഖം സഹായിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങളുടെ വാർത്താ കുത്തൊഴുക്കിനിടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നത് പോലും ആ അഭിമുഖം മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടിരിക്കണം. നിങ്ങൾ മുൻവിധിയില്ലാതെ ആ അഭിമുഖത്തിൽ പിണറായി എന്ന വ്യക്തി ഒരു കൃത്രിമത്വവുമില്ലാതെ പച്ചയായ ഒരു മനുഷ്യനായിട്ടിരുന്ന് പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് ഇന്നലകളിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരാളാണോ അല്ലയോ എന്ന് മാത്രം ഒരു കമന്റായി രേഖപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന മനോഭാവമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറ്റം കണ്ടെത്താൻ മാത്രമേ കഴിയൂ. അല്ലാതെ ഇന്നലകളിൽ നിങ്ങൾ ധരിച്ചിരുന്ന ഒരു വ്യക്തിയാണോ അല്ലയോ എന്ന് ഇത്രയും കാലം അയാളുടെ ജീവിതത്തിലുടനീളം ചില ക്ലിപ്പിംഗ്സുകൾ, ചില കട്ടിങ്ങുകൾ, ചില ചിത്രങ്ങൾ മാത്രം പുറത്തേക്ക് വന്നിരുന്ന, അതുമാത്രം നമ്മളെ കാട്ടിയിരുന്നു എന്നതിനപ്പുറം അയാൾ എന്ന പച്ചയായ മനുഷ്യൻ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് കേരളം അയാളുടെ കാഴ്ചപ്പാടിലൂടെയും അയാളുടെ നേതൃത്വത്തിലൂടെയും ഇത്രയും മാറിയതെങ്ങനെയെന്ന് ആ ഒരൊറ്റ അഭിമുഖം തെളിയിക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം.